നമ്മ ബാധിക്കുന്ന തലവേദനകളിൽ 95% കാരണം 3 തരം പ്രൈമറി ഹെഡേക്സ് ആണ്. ഇവയിൽ ആദ്യത്തെ 2 എണ്ണത്തെ പറ്റി, ടെൻഷൻ ഹെഡേക്കിനെ പറ്റിയും മൈഗ്രെയിൻ ഹെഡേക്കിനെ പറ്റിയും കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ പറഞ്ഞു. ടെൻഷൻ ഹെഡേക്കും മൈഗ്രെയിൻ ഹെഡേക്കും സ്ത്രീകളിലാണ് കൂടുതലായി കാണുന്നതെന്നും നാം കണ്ടു. എന്നാൽ പുരുഷന്മാർ വിവേചനത്തെപ്പറ്റി ഭയപ്പെടേണ്ട. 3ാമത്തെ പ്രൈമറി ഹെഡേക്ക്, ക്ലസ്റ്റർ ഹെഡേക്ക് 85% പുരുഷന്മാരെയാണ് ബാധിക്കുന്നത്. 25-നും 50-നും ഇടയ്ക്കുള്ള വിജയേഷുക്കളായ പുരുഷന്മാരിലാണ് ക്ലസ്റ്റർ ഹെഡേക്ക് കൂടുതലായി കാണുന്നതെന്നതിനാൽ ഇതിനെ എക്സിക്യൂട്ടീവ് ഹെഡേക്സും എന്നും ചിലപ്പോൾ വിളിക്കാറുണ്ട്. തലയുടെ ഒരു ഭാഗത്ത് മിക്കപ്പോഴും ഒരു കണ്ണിൻ്റെ പുറകിൽ തുളച്ചു കയറുന്നത് പോലെയുള്ള കഠിനമായ വേദനയാണിത്. രാത്രിയിൽ പലപ്പോഴും അല്പം ഉറങ്ങിയതിന് ശേഷം ഉണരുമ്പോഴാണ് ഈ വേദന ആരംഭിക്കുന്നത്. വേദനയുള്ള ഭാഗത്തെ കണ്ണുകൾ ചുമക്കുകയും കൺപോള വീർക്കുകയും ഒക്കെ ചെയ്യാം. മൈഗ്രെയിൻ രോഗി ശബ്ദവും പ്രകാശവുമില്ലാത്ത മുറികളിൽ സ്വസ്ഥമായി കിടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്ലസ്റ്റർ ഹെഡേക്ക് രോഗികൾ റെസ്റ്റ്ലെസ്സായി നടന്നുകൊണ്ടിരിക്കും. 0 ഡിഗ്രിയിൽ താഴെ തണുപ്പുള്ള രാത്രിയിൽ തലവേദന എടുത്ത് പുറത്തുള്ള മഞ്ഞിലും ഐസിലുമെല്ലാം കൂടി ഓടി നടക്കുന്ന ഒരു രോഗി പണ്ടെനിക്കുണ്ടായിരുന്നു. വേദന സാധാരണ അരമണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ നീണ്ടു നിൽക്കും. ചില സീസണുകളിൽ ഇത്തരം തലവേദന തുടർച്ചയായി എല്ലാ ദിവസവും ഉണ്ടാകുകയും പിന്നീട് കുറച്ചേറെ നാളത്തേക്ക് ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. അതിനാലാണ് ഇതിനെ ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് വിളിക്കുന്നത്. ക്ലസ്റ്റർ ഹെഡേക്കിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമായി നമുക്ക് അറിഞ്ഞുകൂടാ. ഉറക്കം പോലെ നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിനുള്ളിലുള്ള ഹൈപ്പോതലാമസ് എന്ന ഭാഗത്താണ്. ഈ ഹൈപ്പോതലാമസിൽ ഉണ്ടാകുന്ന അപാകതകളാകാം ക്ലോക്ക് വർക്ക് പോലെ ഒരു നിശ്ചിത സമയത്ത് ദിവസവും ഈ തലവേദന ഉണ്ടാകുവാൻ കാരണം എന്ന് കരുതപ്പെടുന്നു. മറ്റ് തലവേദനകൾക്ക് ഉപയോഗിക്കുന്നത് പോലെ ആസ്പിറിനും ടൈലനോളും മോർട്ടിനും ഒക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ക്ലസ്റ്റർ ഹെഡേക്ക് രോഗിക്ക് വലിയ പ്രയോജനം ഉണ്ടാകുകയില്ല. കാരണം വേദന അത്ര കഠിനമായിരിക്കും. കഴിയുന്നതും വേഗം രോഗിയുടെ വേദന കുറയ്ക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. 100% ഓക്സിജൻ ശ്വസിക്കാമെങ്കിൽ മിക്കപ്പോഴും 15 മിനിറ്റിനുള്ളിൽ തലവേദന മാറിക്കിട്ടും. ഓക്സിജൻ സിലിണ്ടർ എപ്പോഴും കൊണ്ടു നടക്കുകയെന്ന അസൗകര്യമാണ് ഈ ചികിത്സയുടെ ഒരു പ്രായോഗിക വൈഷമ്യം. മൈഗ്രെയിൻ്റെ ചികിത്സയിലെ പോലെ ട്രിപ്റ്റാൻ ഗ്രൂപ്പിൽപ്പെട്ട ഇമിട്രക്സ് പോലെയുള്ള മരുന്നുകൾ കുത്തിവെച്ചാൽ വേദന പെട്ടെന്ന് മാറും. എർഗോട്ട് ഗ്രൂപ്പിൽപ്പെട്ട ഡൈഹൈഡ്രോ എർഗോട്ടാമിൻ മരുന്ന് കുത്തിവെച്ചാലും ഫലപ്രദമാണ്. എന്നാൽ എർഗോട്ട് മരുന്നുകൾ IV ആയി കുത്തിവെക്കേണ്ടതിനാൽ ആശുപത്രിയിലോ ഡോക്ടറുടെ ഓഫീസിലോ പോകണം എന്ന അസൗകര്യം ഇതിനുണ്ട്. ലൈഡോക്കെയിൻ പോലെയുള്ള ലോക്കൽ അനസ്തെറ്റിക് മരുന്നുകൾ മൂക്കിൽ ഒഴിക്കുകയും വേദന കുറയാൻ സഹായകമായേക്കാം. വളരെ കഠിനമായ വേദന തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ക്ലസ്റ്റർ ഹെഡേക്കിന് ട്രൈജെമിനൽ നെർവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മുറിച്ചു കളയുന്ന ശസ്ത്രക്രിയ നടത്താറുണ്ട്. റേഡിയേഷൻ ഉപയോഗിച്ചും ട്രൈജെമിനൽ നെർവിൻ്റെ ഭാഗങ്ങൾ പ്രവർത്തനരഹിതമാക്കാം. തലയുടെ പുറകിലുള്ള ഓക്സിപിറ്റൽ നെർവ് സ്റ്റിമുലേറ്റ് ചെയ്യുവാൻ പേസ് മേക്കറിന് തുല്യമായ ഒരു ഉപകരണം ഇംപ്ലാന്റ് ചെയ്യുന്നതും ഇന്ന് പരീക്ഷണ ഘട്ടത്തിലുണ്ട്. ക്ലസ്റ്റർ ഹെഡേക്ക് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി, അത് പ്രിവെൻറ്റ് ചെയ്യുവാൻ വേണ്ടി കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകൾ, കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്, ലിത്തിയം ഇവയെല്ലാം ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. മെലറ്റോണിൻ ഹാർമോണ്, സോസ്ട്രിക്സ് ക്രീം, എപ്പിലെപ്സിക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ, ബോട്ടിലീനിയം ടോക്സിൻ ഇവയെല്ലാം പരീക്ഷിക്കാറുണ്ട്. മറ്റ് പ്രൈമറി ഹെഡേക്സുകൾ പോലെ ക്ലസ്റ്റർ ഹെഡേക്കും പ്രധാനമായി ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യേണ്ട ഒരു രോഗമാണ്. രോഗനിർണയത്തിന് പലപ്പോഴും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു മെഡിക്കൽ ഹിസ്റ്ററിയും വളരെ
ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ എക്സാമിനേഷനും നടത്തിയാൽ മാത്രം മതിയാകും. CT സ്കാനും MRI തുടങ്ങിയ ചിലവ് കൂടിയ പരിശോധനകൾ ബ്രെയിൻ ട്യൂമറോ അനൂറിസമോ തുടങ്ങിയ മറ്റു സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആവശ്യമുള്ളൂ. ഒരിക്കൽ നാട്ടിൽ പോയപ്പോൾ ഒരു ക്ലസ്റ്റർ ഹെഡേക്ക് രോഗി പറഞ്ഞ ദയനീയമായിട്ടുള്ള കഥ ഞാൻ ഓർക്കുന്നു. തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തലവേദനയുടെ ചികിത്സയ്ക്കായി പല വലിയ ആശുപത്രികളും ഇയാൾ പോയി വളരെയധികം വിദഗ്ധന്മാരെ ഇയാൾ കണ്ടു. എല്ലാ ആശുപത്രികളിലും തുടർച്ചയായി CT സ്കാനും MRIയും ഒക്കെ ചെയ്തു. മകളെ കെട്ടിച്ചയക്കാൻ വേണ്ടി വച്ചിരുന്ന രൂപ എടുത്ത് ഇതിനെല്ലാം ചെലവാക്കി. അവസാനം കെട്ടിച്ചയക്കേണ്ട മോള് വീട്ടിൽ നിൽക്കുന്നുമുണ്ട്, തലവേദനയൊട്ട് പോയുമില്ല എന്ന് ഇയാൾ പരിതപിച്ച് പറഞ്ഞതോർക്കുന്നു. ഈ 3 പ്രൈമറി ഹെഡേക്കുകളും പരിപൂർണമായി ക്യൂർ ചെയ്യുന്നതിനുള്ള ചികിത്സ വൈദ്യശാസ്ത്രത്തിൽ ഇന്നുമില്ല. എങ്കിലും വേദന കുറയ്ക്കാനും ഹെഡേക്കിൻ്റെ ഇൻസിഡൻസ് വളരെ ചുരുക്കുവാനും നമുക്ക് മരുന്നുകളിലൂടെ ഇന്ന് സാധിക്കും. എന്നാൽ ഒരു കാരണവും കൂടാതെ ചിലപ്പോൾ തലവേദന പെട്ടെന്ന് പരിപൂർണമായി അങ്ങ് ഭേദപ്പെടാറുണ്ട്. ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലെ മുൻ പ്രൊഫസറും പ്രസിദ്ധ ആംഗലേയ സാഹിത്യകാരനും എസ്സയിസ്റ്റുമായിരുന്ന ഡോക്ടർ ലൂയിസ് തോമസ് ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഡോക്ടർ ലൂയിസ് തോമസ് ചികിത്സിച്ചിരുന്ന പല തലവേദന രോഗികൾക്കും പെട്ടെന്ന് പരിപൂർണമായിട്ട് അവർ സുഖം പ്രാപിക്കുമ്പോൾ രോഗികളെക്കാൾ കൂടുതൽ അത്ഭുതപ്പെട്ടിരുന്നത് അദ്ദേഹമായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഡോക്ടർ ലൂയിസ് തോമസിൻ്റെ സ്വതസിദ്ധമായ ഭാഷയിൽ അദ്ദേഹം എഴുതി, God cured my patient, but I diligently collected the fee and put it in my pocket. ദൈവം എൻ്റെ രോഗിയെ സുഖമാക്കി, എങ്കിലും പ്രതിഫലം ഞാൻ വാങ്ങി പോക്കറ്റിലിട്ടു. ദൈവത്തെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, ചിലപ്പോൾ ചില തലവേദന രോഗികളെന്ന് പറയാറുണ്ട്, എൻ്റെ തലവേദന അനേക വർഷങ്ങളായിട്ടുള്ളതാണ്, ദിവസവും 3-4 നേരം ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഈയിടെ ഒരു പ്രത്യേക ആത്മീയ ഗുരുവിനെ കണ്ടു, അദ്ദേഹം പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു, അനുസരിച്ചു, ഞാൻ എൻ്റെ മരുന്നെല്ലാം നിർത്തി, എൻ്റെ തലവേദനയും അതോടെ മാറിയെന്ന്. രോഗികൾ ഇങ്ങനെ പറയുമ്പോൾ സംശയഗ്രസ്തനായ ഒരു തോമ, അതായത് ഒരു ഡൗട്ടിങ് തോമസ് എന്നിലുള്ളതിനായി ആയിരിക്കാം ഞാൻ ചിലപ്പോൾ സംശയിക്കാറുണ്ട്, ഇവരുടെ തലവേദനകളുടെ കാരണം ഇവർ കഴിച്ചുകൊണ്ടിരുന്ന വേദനയുടെ മരുന്നുകളായിരുന്നില്ലേ എന്ന്. മരുന്നുകൾ മൂലമുണ്ടാകുന്ന റീബൗണ്ട് ഹെഡേക്ക് എല്ലാ ഡോക്ടർമാരും ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ആത്മീയ ഗുരുവല്ല, ലാടഗുരു പറഞ്ഞിട്ട് മരുന്ന് നിർത്തിയിരുന്നെങ്കിലും ഒരുപക്ഷെ അവർക്ക് തലവേദന മാറിക്കിട്ടുമായിരുന്നു. എന്നാൽ ഡോക്ടർ ഉപദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ പലപ്പോഴും ആത്മീയ ഗുരുക്കളും ലാടഗുരുക്കളും പറയുമ്പോൾ രോഗികൾ അനുസരിക്കും എന്ന കാര്യം നാം ഓർത്തിരിക്കണം. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം കാണാം. നിങ്ങൾക്ക് നന്ദി.